കേരളത്തിലെ പ്രബലമായ രണ്ട് സാമുദായിക സംഘടനകളായ NSSഉം SNDPയും തമ്മിലുള്ള ബന്ധത്തിന് സഹകരണത്തിന്റെയും തർക്കങ്ങളുടെയും നീണ്ട ചരിത്രമുണ്ട്. സാമൂഹ്യ പരിഷ്കരണം ലക്ഷ്യമിട്ട് തുടങ്ങിയ ഈ സംഘടനകൾ പലപ്പോഴും രാഷ്ട്രീയമായ വിയോജിപ്പുകളാൽ അകന്നു നിന്നിട്ടുണ്ടെങ്കിലും ഹിന്ദു ഐക്യം എന്ന ആശയത്തിനായി കൈകോർത്ത സന്ദർഭങ്ങളുമുണ്ട്. 1903 ശ്രീനാരായണ ഗുരുവിന്റെ അധ്യക്ഷതയിൽ SNDP രൂപീകൃതമാകുന്നത്. കേരളത്തിലെ പിന്നാക്ക വിഭാഗത്തിന്റെ ഉന്നമനമായിരുന്നു ലക്ഷ്യം. 1914 മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ രൂപമായ നായർ ഭൃത്യ ജനസംഘം രൂപീകരിച്ചത്. സമുദായങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അനാചാരങ്ങൾക്കെതിരെയും വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി രണ്ട് സംഘടനകളും ഒരേ ദിശയിൽ പ്രവർത്തിച്ചു. 1924 വൈക്കം സത്യാഗ്രഹത്തിൽ NSSഉം SNDPയും ഒരുമിച്ച് പോരാടി. സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകി മന്നത്ത് പത്മനാഭൻ അവർണരുടെ ക്ഷേത്രപ്രവേശനത്തിനായി വാദിച്ചത് ഇരു സമുദായങ്ങളും തമ്മിലുള്ള ഐക്യത്തിന് വഴിതെളിച്ചു. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിലും ഇരുവിഭാഗങ്ങളും സഹകരിച്ചു. കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരായ വിമോചന സമരത്തിൽ NSSഉം ക്രൈസ്തവ സഭകളും മുന്നിൽ നിന്നു. SNDPയിലെ വലിയൊരു വിഭാഗം കമ്മ്യൂണിസ്റ്റ് അനുകൂലികളായിരുന്നുവെങ്കിലും സമുദായ നേതൃത്വം പലപ്പോഴും മാറി നിന്നു. R. ശങ്കറും മന്നത്ത് പത്മനാഭനും തമ്മിലുള്ള കൂട്ടുകെട്ട് കേരള രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമാണ് ചെലുത്തിയത്. 1962 R. ശങ്കർ മുഖ്യമന്ത്രിയായത് ഈ ഐക്യത്തിന്റെ കൂടി ഫലമായിട്ടായിരുന്നു. എന്നാൽ സംവരണം, ഭൂപരിഷ്കരണം തുടങ്ങിയ വിഷയങ്ങളിൽ മുന്നാക്ക പിന്നാക്ക താത്പര്യങ്ങൾ വ്യത്യസ്തമായതോടെ ഇരു സംഘടനകളും രാഷ്ട്രീയമായി അകന്നു. സാമ്പത്തിക സംവരണം എന്ന ആവശ്യവുമായി NSS മുന്നോട്ട് വന്നപ്പോൾ ജാതി സംവരണം സംരക്ഷിക്കാനായി SNDP നിലകൊണ്ടു. ഇത് വലിയ തർക്കങ്ങൾക്ക് കാരണമായി. 2000 ശേഷം സാമുദായിക സംഘടനകളുടെ കൂട്ടായ്മയുണ്ടാക്കാൻ ശ്രമങ്ങൾ നടന്നു. G. സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും പലപ്പോഴും പ്രസ്താവനകളിലൂടെ പരസ്പരം ഏറ്റുമുട്ടുകയും എന്നാൽ ചിലപ്പോൾ ഐക്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇണങ്ങിയും പിണങ്ങിയും നീളുന്ന NSS-SNDP സൗഹൃദം എന്ത് ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.